ഇന്ത്യയെ വിരട്ടി തന്റെ അധികാര പരിധിയിൽ കൊണ്ടുവരുമെന്ന് കരുതിയ യുഎസിന് തെറ്റി. ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ ഭീഷണികളിലും വെല്ലുവിളികളിലും പ്രചോദനം ഉൾക്കൊണ്ട മറ്റു രാജ്യങ്ങളുമായി വ്യാപാര ബന്ധവും പ്രതിരോധ ബന്ധവും ദിനംപ്രതി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആദർശ് സ്വൈഗ ചൊവ്വാഴ്ച കെനിയയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മോണിക്ക ജൂമയുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള തന്ത്രപരവും സുരക്ഷയുമായി ബന്ധപ്പെട്ടതുമായ സഹകരണ മേഖലകളിലും ഉഭയകക്ഷി തന്ത്രപരമായ താൽപര്യമുള്ള പുതിയ മേഖലകൾ തിരിച്ചറിയുന്നതിലും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കെനിയ ഇന്ത്യ സംയുക്ത കമ്മീഷൻ ഫോർ കോർപ്പറേഷൻ ന്യൂഡൽഹിയിൽ വിളിച്ചുകൂട്ടാൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ തിങ്കളാഴ്ച കെനിയയുടെ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് സെക്രട്ടറിയും വിദേശകാര്യ പ്രവാസികാര്യ ക്യാബിനറ്റ് സെക്രട്ടറിയുമായ മുസാലിയ ഡബ്ല്യു മുഡവാദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും കെനിയയും തമ്മിലുള്ള സമീപകാലവും വരാനിരിക്കുന്നതുമായ ഉന്നതതല കൈമാറ്റങ്ങളിൽ യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇത് ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെ ആഴവും ചലനാത്മകവും പ്രതിഫലിപ്പിക്കുന്നു. ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും നിലനിൽക്കുന്നതുമായ ബന്ധത്തിൽ വേരൂന്നിയ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ കൈമാറിയിട്ടുണ്ട്. എക്സിലെ ഒരു പോസ്റ്റിൽ മുഡവാടി കെനിയയും ഇന്ത്യയും സാഹോദര്യം, പങ്കിട്ട മൂല്യങ്ങൾ, പരസ്പര താൽപര്യങ്ങൾ എന്നിവയിൽ നങ്കൂരമിട്ട ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ബന്ധം പങ്കിടുന്നുവെന്ന് പറഞ്ഞു. ഹൈക്കമ്മീഷണർ സ്വൈഗയുമായുള്ള തന്റെ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം, പ്രത്യേകിച്ച് വ്യാപാരം, ടൂറിസം, സാംസ്കാരിക വിനിമയം എന്നിവയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ AI ഇംപാക്ട് ഉച്ചകോടിയിൽ ഇരുപക്ഷവും യോജിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെനിയൻ പ്രസിഡന്റ് വില്യം സമോയി റൂട്ടോയെ അതിലേക്ക് ക്ഷണിച്ചു. കൂടാതെ ജിയോ പൊളിറ്റിക്സിനെയും ജിയോ ഇക്കണോമിക്സിനെയും കുറിച്ചുള്ള ആഗോള സംഭാഷണങ്ങൾക്ക് രൂപം നൽകുന്ന ഇന്ത്യയുടെ പ്രധാന ഫോറമായ റൈസിൻ ഡയലോഗിനെ കുറിച്ചും അവർ ചർച്ച ചെയ്തു. കെനിയ ഇന്ത്യ സംയുക്ത കമ്മീഷൻ ഫോർ കോഓപ്പറേഷൻ ഡൽഹിയിൽ വിളിച്ചുകൂട്ടാനുള്ള തീരുമാനത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കും വ്യക്തമായ ഫലങ്ങൾ നൽകുന്നതിന് വ്യക്തവും ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു അജണ്ട യോഗം രൂപപ്പെടുത്തുമെന്ന് മുഡവാടി പറഞ്ഞു. സാഹോദര്യം, പങ്കിട്ട മൂല്യങ്ങൾ, പരസ്പര താൽപര്യങ്ങൾ എന്നിവയിൽ നങ്കൂരമിട്ട ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ബന്ധം കെനിയയും ഇന്ത്യയും പങ്കിടുന്നു. വ്യാപാരം, ടൂറിസം, സാംസ്കാരിക വിനിമയം എന്നിവയിലെ നമ്മുടെ ദീർഘകാല പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഡോക്ടർ ആദർശ് സ്വൈഗയുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ AI ഇംപാക്ട് ഉച്ചകോടിയിൽ ഞങ്ങൾ ഒത്തുചേരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് വില്യം സമോയി റൂട്ടോയുമായി ജിയോ പൊളിറ്റിക്സ്, ജിയോ ഇക്കണോമിക്സ് എന്നിവയെക്കുറിച്ചുള്ള ആഗോള സംഭാഷണങ്ങൾക്ക് രൂപം നൽകുന്ന ഇന്ത്യയുടെ പ്രധാന പ്ലാറ്റ്ഫോമായ റൈസിനെ ഡയലോഗിനെയും ക്ഷണിച്ചു, പ്രധാനമന്ത്രി ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും വ്യക്തമായ ഫലങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള വ്യക്തവും ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു അജണ്ട രൂപീകരിക്കുന്നതിനായി കെനിയ ഇന്ത്യ സംയുക്ത കമ്മീഷൻ ഫോർ കോർപ്പറേഷൻ ഡൽഹിയിൽ വിളിച്ചുകൂട്ടാനും ഞങ്ങൾ സമ്മതിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശകാര്യ മന്ത്രാലയത്തെ അഭിപ്രായത്തിൽ ഇന്ത്യയും കെനിയയും സമുദ്ര അയൽക്കാരാണ്. അവരുടെ ആധുനിക ബന്ധം ശക്തവും വിശാലവുമായ ഒരു പങ്കാളിത്തമായി വികസിച്ചിരിക്കുന്നു. പതിവ് ഉയർന്ന തലത്തിലുള്ള ഇടപെടലുകൾ, വളരുന്ന വ്യാപാരവും നിക്ഷേപവും, ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ആഴത്തിലുള്ളതാകൽ എന്നിവയാൽ ഇത് സവിശേഷതയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.